ഹായ് ഗൈസ്, ഈ വീക്കിലെ വീക്ക്ലി അനലൈസിലേക്ക് നമുക്ക് കടക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീക്കിലെ മേജർ ന്യൂസസ് ഏതാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ വീക്കിലെ അനലൈസിലേക്ക് വരാം. ഈ വീക്കിലെ അനലൈസിൽ നമുക്ക് ആദ്യം ന്യൂസസ് നോക്കാം. ന്യൂസസ് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ കാണാം USD എന്താണ്, ബാങ്ക് ഹോളിഡേ ആണ്. അതേപോലെ ഈ വീക്കിൽ എന്തുണ്ട്, മേജർ ന്യൂസസ് ഉണ്ട്. മേജർ പേഴ്സ് തന്നെ ലോട്ട് ഓഫ് ന്യൂസസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം, ഇതൊക്കെ നോക്കിയതിന് ശേഷം വേണം ട്രേഡ് എടുക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റും, ന്യൂസിൽ മാനിപ്പുലേഷൻ വരും. മെയിൻ ആയിട്ടുള്ള ന്യൂസ് നോക്കുമ്പോൾ നമുക്ക് നാളെ GBPയിൽ ന്യൂസ് ഉണ്ട്, CAD ന്യൂസ് ഉണ്ട്, പിന്നെ വെനസ്ഡേ NSDയിൽ CPI ആണ്. അതേപോലെ CAD തന്നെ വ്യാഴാഴ്ച ന്യൂസ് വരുന്നുണ്ട്. USDയിലുണ്ട് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിം. അതേപോലെ JPY പേഴ്സിലുണ്ട്, യൂറോ പേഴ്സിൽ GBP, USD, അങ്ങനെ എല്ലാ പേഴ്സിലും ഈ വീക്കിൽ മേജർ ന്യൂസസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം, നല്ലൊരു അലേർട്ട് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ട്രേഡ് എടുക്കാൻ. ഇനി നമുക്ക് ഗോൾഡിന്റെ ചാർട്ടിലേക്ക് വരാം. ഗോൾഡിന്റെ ചാർട്ടിൽ നമുക്ക് നോക്കുമ്പോൾ ഗോൾഡ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ മാതിരി ഈ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നൊരു പുഷ് തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ വീക്കിലി അനലൈസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വീക്ക്ലി അനലൈസിൽ വരുമ്പോഴും ഇവിടെ ഒരു നല്ല റിജക്ഷൻ ക്യാൻഡിൽ ഉണ്ട്. ആ റിജക്ഷൻ ക്യാൻഡിൽ എടുക്കാനാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് പമ്പ് തന്നുകൊണ്ട് നിൽക്കുന്നത്. അവിടുന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ജസ്റ്റ് ഒന്ന് ഈ ക്യാൻഡിലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്ത് ബൈ സൈഡിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും മാർക്കറ്റ് എന്തെടുക്കും, ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് 4 ഹവറിലെ വ്യൂ നോക്കിയാൽ 4 ഹവറിൽ ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് കഴിഞ്ഞ് നമ്മൾ നേരത്തെ കണ്ട ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ഒരു ബുള്ളിഷ് റണ്ണ് തന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്, ഈ ഒരു സൈഡ് ലിക്വിഡിറ്റി ആണ് മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. മാർക്കറ്റ് അവിടെ എത്താൻ ചാൻസ് കൂടുതലായിരിക്കും. ഇനി നമുക്ക് യൂറോ USDയിലേക്ക് പോകാം. യൂറോ USDയിലേക്ക് പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്ക് പറഞ്ഞ അതേ ഫെയർ വാല്യൂ ഗ്യാപ്പ് നിന്ന് മാർക്കറ്റ് എന്താണ് തന്നുകൊണ്ടിരിക്കുന്നത്, ഒരു ബുള്ളിഷ് സൈഡിലേക്കുള്ള റിവേഴ്സൽ സൈനാണ് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മാർക്കറ്റ് എന്താണ്, ഇപ്പോഴും സ്റ്റിൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണ്. നമുക്കറിയാം ഇന്ന് എന്താണ്, USDയിൽ ബാങ്ക് ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വലിയൊരു വോളിയം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് മാർക്കറ്റിൽ നിന്ന് വിട്ടുനിന്ന് നാളെയോ മറ്റന്നാളോ എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാൻ നമുക്ക് ഇറങ്ങാം. കാരണം മാർക്കറ്റിൽ നല്ലൊരു വോളിയം ബിൽഡ് ചെയ്താലേ നമുക്ക് നാളെ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പറ്റൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് യൂറോ USDയിൽ എന്തായാലും ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. അപ്പൊ മാർക്കറ്റിന് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് എന്ത് ചെയ്യും, ഒരു കൺസോൾട്ടേഷൻ തന്ന് ചിലപ്പോൾ താഴോട്ട് ഒരു അക്യുമുലേഷൻ തന്ന് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്ത് വിചാരിക്കാം, ഒരു ബൈ സൈഡിലേക്ക് തരുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇനി GBP USD നോക്കുകയാണെങ്കിൽ നമുക്ക് GBP USD നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് എന്ത് മനസ്സിലായി, നമുക്ക് GBP USD നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ എന്താണ്, ഒരു നല്ല കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമുക്ക് ഇപ്പൊ എൻ്റർ ചെയ്യാൻ പറ്റിയ ഒരു ടൈമല്ല. ഇന്ന് മാർക്കറ്റിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമ്മൾ GBPയുടെ വ്യൂ നോക്കുമ്പോൾ എൻ്റെ വ്യൂ എന്ന് പറഞ്ഞാല് മാർക്കറ്റിൽ സെൽ സൈഡിലേക്ക് നല്ല ലിക്വിഡിറ്റി മാർക്കറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്കറ്റിന് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്തതിന് ശേഷം സെൽ സൈഡിലേക്ക് ഒരു എൻട്രി തരുവാണെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ നമ്മുടെ എൻട്രി മെത്തേഡിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൽ സൈഡിലേക്ക് മാർക്കറ്റിലത്തെ എൻട്രി പുഷ് ചെയ്യാം.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ വീക്കിലെ അനലൈസിങ് ഇവിടെ നോക്കാം. നമുക്ക് 3 വ്യൂ ആണുള്ളത്. യൂറോ USD നമുക്ക് എന്താണ് ഒരു കൺസോൾട്ടേഷൻ ആണ്, പക്ഷേ നമുക്കൊരു എക്സ്പെക്ട് ചെയ്യാം ബൈ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമെന്ന്. അതുപോലെ ഗോൾഡും ഒരു ബുള്ളിഷ് റൺ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ GBP നോക്കുകയാണെങ്കിൽ GBP ഒരു കൺസോൾട്ടേഷൻ ആണ്. നമുക്കൊരു ബൈ സൈഡ് ഗ്രാബ് തന്നാൽ സൈഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എൻട്രി മെത്തേഡ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ മേജർ പേഴ്സ് ആയ 3 പേഴ്സിന്റെ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ മാർക്കറ്റ് മൂവ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം.